സണ്ണി ഹെയ്സ്, മുൻ ഫോർമുല 1 ഡ്രൈവർ, 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റേസിംഗിലേക്ക് കടക്കുകയാണ്. തൻ്റെ കൂട്ടുകാരൻ്റെ ടീമായ APXGPയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ഞാനിവിടെ പറയുന്നത് F1 എന്ന ഹോളിവുഡ് മൂവിയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഡയറക്ടർ ജോസഫ് കോസിൻസ്കായി, ആക്ടർ എന്ന് പറയുന്നത് ബ്രാഡ് പിറ്റാണ്. ഞാൻ ഈ ഒരു മൂവി ഈ ഒരു ചാനലിൽ എടുത്തു പറയാൻ കാരണം തന്നെ ഇതിൻ്റെ ചിത്രീകരണമാണ്. 2023-24 വർഷത്തിലുണ്ടായ ഫോർമുല 1 എന്ന സീസണിൽ ഉണ്ടായ ഒറിജിനൽ ക്രൂ മെമ്പേഴ്സും ഡ്രൈവേഴ്സിനെയും വെച്ചിട്ടാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ക്യാമിയോ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഫോർമുല 1 ഡ്രൈവറായ ലൂയിസ് ഹാമിൽട്ടൺ പോലത്തെ വ്യക്തികളാണ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹാൻസ് സൈമറുമായിട്ടുള്ളത്. ടോപ്പ് ഗൺ മാവറിക് എന്ന് പറയുന്ന മൂവിയിലെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് പുള്ളിയാണ്, നമ്മുടെ ടോം ക്രൂസിൻ്റെ മൂവി. അതും നിങ്ങൾ മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ പോയി കാണേണ്ടതാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എവറി റേസിംഗ് സീക്വൻസസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് iPhone 15 Pro Maxൻ്റെ കസ്റ്റം മെയ്ഡ് ക്യാമറ, ഇതിനുവേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് ഘടിപ്പിച്ചിട്ട് ഇതിനകത്തെ സീക്വൻസസ് എല്ലാം കാണിച്ചിരിക്കുന്നത്. കാരണം മറ്റേ വലിയ മൂവി ക്യാമറ ഉപയോഗിച്ചാൽ അതിൻ്റെ എയറോഡൈനാമിക്സ്, റേസിംഗ് കാറിൻ്റെ എയറോഡൈനാമിക്സിനെ ബാധിക്കും എന്ന് കണ്ടതുകൊണ്ടാണ് അവർ ഈ പറയുന്ന കസ്റ്റം മെയ്ഡ് ക്യാമറ ഉപയോഗിച്ച് റേസിംഗ് സീക്വൻസസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മൂവിയുടെ ട്രെയിലർ ലോഞ്ചാണ്. അതൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ് അത് ഇറക്കിയിരിക്കുന്നത്. ഹാപ്റ്റിക് ട്രെയിലർ എന്ന് പറയും. അത് ഐഫോൺ യൂസേഴ്സിനാണ് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവുക. ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾ F1 മൂവി ഹാപ്റ്റിക് ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ അടിക്കാം, അതല്ലെങ്കിൽ ആപ്പിൾ TV എന്ന ആപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ട്രെയിലർ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് പ്രത്യേകിച്ചും അതിൻ്റെ റേസിംഗ് കാറുകളുടെയൊക്കെ എൻജിൻ്റെ വൈബ്രേഷൻസ്, മീൻസ് അതിൻ്റെ ആ ഒരു റോറിങ്, ആ സൗണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഹാപ്റ്റിക്സ് നമ്മുടെ കൈകളിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേരുടെ കയ്യിലൊക്കെ കൊടുത്താലും അവരുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകം. അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പിന്നെ അതുമാത്രമല്ല, ഞാനിതിപ്പോൾ എടുത്തു പറയാൻ കാരണം ഈ ഒരു മൂവി ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ്. PVR ഇപ്പം ലുലു മാളിലാണെന്ന് തോന്നുന്നു, ഇവിടുത്തെ എറണാകുളത്തുള്ള. അതിനകത്ത് ഇപ്പോഴും ഷോസ് ഉണ്ട്. അപ്പം പോയി കാണുക, അത് മിസ് ചെയ്യരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.